അങ്ങോട്ട് പോയി രാവിലെ, വൈകുന്നേരം യേശു ഇങ്ങോട്ട് വന്നു. ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യം, 20-ാം അധ്യായം 19-ാം വാക്യം. 1-ാം വാക്യം: ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. 19-ാം വാക്യം: ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് അവരുടെ നടുവിൽ നിന്നു. ഒരു ദിവസം രാവിലെയും വൈകുന്നേരവും നടന്ന രണ്ട് സംഭവങ്ങൾ. ഒന്ന്, യേശു കർത്താവിനെ കല്ലറയിൽ വെച്ചിരിക്കുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ കല്ലറ വാതിൽക്കൽ ചെല്ലുന്നു. കല്ല് ഉരുണ്ട് നീങ്ങിയിരിക്കുന്നത് കാണുന്നു. ശിഷ്യവൃന്ദങ്ങൾ പത്രോസ്, യോഹന്നാനും ഒക്കെ അവിടെ എത്തുന്നു. അവർ റൂമാലുകളും ഷീലുകളെല്ലാം കണ്ടവർ തിരിച്ചു പോകുന്നു. ഇതാണ് 1-ാം വാക്യം മുതലുള്ള ആദ്യത്തെ പാരഗ്രാഫ്. നമുക്കറിയാം, മഗ്ദലക്കാരത്തി മറിയ അവസാനം യേശു കർത്താവുമായിട്ട് സംഭാഷിക്കുന്നു. യേശു കർത്താവ് അവളെ കാണുവാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ ഈ ഭാഗമല്ല ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ 19-ാമത്തെ വാക്യത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യേശു ചെന്നു. അപ്പോൾ ആദ്യത്തെ വാക്യം ആ 1-ാം നാൾ നേരം വെളുത്തപ്പോൾ, 19-ാം വാക്യം നേരം വൈകിയപ്പോൾ. അപ്പം നേരം വെളുത്തപ്പോൾ ഇവർ യേശുവിനെ കാണാൻ അങ്ങോട്ട് പോയി. നേരം വൈകിയപ്പോൾ യേശു ഇവരെ കാണാൻ വൈകുന്നേരം അവർ ഇരുന്ന് വീട്ടിൽ വരിക. അങ്ങോട്ട് പോയി രാവിലെ, വൈകുന്നേരം യേശു ഇങ്ങോട്ട് വന്നു. എന്ന് വെച്ചാൽ രാവിലെ അങ്ങോട്ട് പോയാൽ വൈകുന്നേരം ഇങ്ങോട്ട് വരും യേശു. ആദ്യം അങ്ങോട്ട് കാണാൻ പോയതാണ്. എന്ന് വെച്ചാൽ ആരോഗ്യവും ആയുസ്സും ബലവും ശക്തിയും ഒക്കെ ഉള്ളപ്പോൾ യേശുവിന് വേണ്ടി അങ്ങോട്ടൊന്ന് ഓടാൻ മനസ്സ് വെച്ചാൽ, ജീവിതത്തിൻ്റെ സായാഹ്ന സമയം വരുന്ന സമയം, ഓടാൻ പറ്റാതെ വരുന്നൊരു സമയം ഉണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും. നീ ഇരിക്കുന്ന മുറിക്കകത്ത് വന്ന് നിന്നെ കാണും. അതുകൊണ്ട് ഓടാൻ പറ്റുന്ന സമയം അങ്ങോട്ട് ഓടുക. അങ്ങോട്ട് ഓടുക. യേശു കർത്താവ് നിന്നെ കാണാൻ വന്നിരിക്കും. അതിനെ കർത്താവ് സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.